ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാവുന്നതും നമുക്ക് സ്റ്റാറാകാനും പറ്റിയ നല്ലൊരു ഐറ്റം തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒരു പാനിലേക്ക് ഒഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. വീണ്ടും അതേ പാനിലേക്ക് നമ്മൾ ഒരു മീഡിയം സൈസ് ക്യാരറ്റ് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ക്യാരറ്റ് ഒന്ന് നമുക്ക് ഈ നെയ്യിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറുന്നിടം വരെ വഴറ്റിയതിന് ശേഷം നമ്മളിതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളിതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് വിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഒത്തിരി ഒന്നും റോസ്റ്റ് ആകേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ ഇതിൽ നിന്ന് ഇനിയൊന്ന് വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി വയ്ക്കാം. ഇനി അതേ പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് ഒരു 1/4 കപ്പ് സേമിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എൻ്റെ കയ്യിലിരുന്നത് റോസ്റ്റഡ് സേമിയാണ്. അപ്പോൾ കുറച്ച് നേരം ഇതൊന്ന് റോസ്റ്റ് ചെയ്ത് ഒന്നുകൂടി എടുക്കണം. പിന്നെ നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് പാലാണ്. ഈ സേമിയ വേകുവാൻ ആവശ്യമായി കുറച്ച് പാല് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് ശേഷം നമ്മൾ ഒരു നുള്ള് ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പഞ്ചസാരയുടെയൊക്കെ അളവ് നമുക്ക് ഇഷ്ടമനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. സേമിയൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇതും നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നമ്മളിനി ഒരു 4 മുട്ട ഒരു പാത്രത്തിലേക്കെടുത്ത് അതിലേക്ക് ഏലക്ക പൊടിച്ചതും ചേർത്ത് ഒരു 1/4 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന സേമിയയും നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ക്യാരറ്റിൻ്റെ മിക്സും കൂടി ചേർത്ത് നന്നായിട്ടൊന്നുകൂടി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു പാനിലേക്ക് നെയ്യ് പുരട്ടിയതിന് ശേഷം നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കൂട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്ത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടി ചേർത്ത് ഒന്ന് സെറ്റ് ചെയ്ത് ഒരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം. ഇത് മുട്ടയൊക്കെ ചേർത്തതായതുകൊണ്ട് പെട്ടെന്ന് ഇത് കരിയാൻ ചാൻസ് ഉണ്ട്. അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടി വളരെ ലോ ഫ്ലെയിമിൽ വേണം ഇടാൻ. പിന്നെ അല്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്നത് നല്ല ഒരു പഴയ പാന് നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം അതിൻ്റെ പുറത്ത് വെച്ചിത് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട്. 20 മിനിറ്റ് മാത്രം മതി. അടിപൊളിയാണ്. ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കൂട്ടത്തിൽ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തി ഓളെന്നുള്ള ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ല ഹെൽത്തിയുമാണ്. അപ്പം സ്കൂൾ വിട്ട് വരുന്ന സമയത്തേക്കൊക്കെ ഉണ്ടാക്കി വെച്ചാൽ അവർ നന്നായിട്ട് കഴിച്ചോളും. അപ്പോൾ എന്താ, ഉണ്ടാക്കി നോക്കത്തില്ലേ? അപ്പം നിങ്ങളുടെ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് നിങ്ങളുടെ കമൻസുകളൊക്കെ അറിയിക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണും വരെയും ബൈ ബൈ.